ഹലോ, 25,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല ഫോണുകളുടെ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഫോണാണ് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. ഞാനിത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 16 ദിവസത്തോളം ആയിട്ടുണ്ട്. സോ എൻ്റെ ഒരു കംപ്ലീറ്റ് യൂസ്ഡ് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എനിവേ, ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കുക. ഇതൊരു പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് തുടങ്ങാം. ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് ഫ്രീ ബാഗേജിലാണ് നമുക്ക് ഈ ഒരു മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോൺ കിട്ടുന്നത്. ഓൾറെഡി ഇതിൻ്റെ ബോക്സ് ഫ്ലിപ്കാർട്ട് എക്സിക്യൂട്ടീവ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. സോ ഞാൻ രണ്ടാമതൊന്ന് തട്ടിക്കൂട്ടി ഒരു അൺബോക്സിങ് ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോക്സ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു യെല്ലോ കളർ ആകാത്ത ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈഡ് പ്രൊട്ടക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പേപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ഇരിക്കുന്നുണ്ട്. ഈ ഒരു കവറ് അവർ തുറന്നപ്പോൾ കീറിപ്പോയായിരുന്നു. ഓക്കെ, ഫോൺ മാറ്റി വെക്കാം. ഇതിനുള്ളിൽ നമുക്ക് സിം ഇജക്റ്റിംഗ് ടൂള് കാണുന്നുണ്ട്, ഒരു ചാർജിങ് കേബിള് കാണുന്നുണ്ട്, ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. 68 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് മോട്ടറോള ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. C2C ടൈപ്പ് അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. നമ്മളുടെ ഫോണിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ട ഈ ഒരു കളറിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് മറ്റ് കളർ എടുത്താലും അതേപോലെ തന്നെയാണ് സ്യൂട്ടായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. 2 ക്യാമറ നമുക്കിവിടെ പുറകിൽ കാണാനായിട്ട് സാധിക്കും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, USB Type C ചാർജിങ് പോർട്ട്, സിം പോർട്ട്, അതേപോലെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാര്യങ്ങളെല്ലാം കാണാം. റൈറ്റ് സൈഡിലാണ് ബട്ടൺസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് തന്നെ ഈ ബട്ടൺസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇളകുന്ന പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. വോളിയം റോക്കേഴ്സും ഇവിടെ തന്നെയാണ്. ഇവിടെയും ഒരു മൈക്കിൻ്റെ പോർട്ട് കാണുന്നുണ്ട്. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ അവിടെയും ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, നോയ്സ് ക്യാപ്ചറിങ് മൈക്കാണെന്ന് തോന്നുന്നത്, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരെണ്ണം നോയ്സ് ക്യാപ്ചറിങ് ആണ്. കർവ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാനും മൊത്തത്തിൽ കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. നല്ലൊരു കേസ് തന്നെയാണ്. അങ്ങനെ മഞ്ഞ കളർ ആവുന്ന അല്ലെങ്കിൽ നീല കളർ ആവുന്ന ഒന്നും അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇവിടെ വരുന്നില്ല. പക്ഷേ സൈഡ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു കേർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള അല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 കൂടുതലാണ്. UV ടൈപ്പ് ഈ ഗം ഒഴിച്ചിട്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ പരമാവധി ഒട്ടിക്കാതിരിക്കുക. കാരണം ആ ഒരു ഗമ്മ് ഈ ഒരു സ്പീക്കറിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു താഴത്തെ ഏതെങ്കിലും ഒരു പോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോൺ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വാറണ്ടി പോലും കിട്ടില്ല. ഈ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേർവ് ഡിസ്പ്ലേ ആണ്. അത് പലർക്കും ഫേവറേറ്റ് ആണ്, പലർക്കും അത് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഇഷ്ടം. കാരണം ഈ ആക്സിഡൻ്റൽ ടച്ചസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ആക്സിഡൻ്റൽ ടച്ചസുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഹോൾഡ് ചെയ്താലും സ്ക്രീനിൽ അങ്ങനെ വൈബ്രേഷനോ സ്ക്രീൻ അങ്ങനെ ഗോസ്റ്റ് ടച്ച് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. 6.7 ഇഞ്ച് വരുന്ന POLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 144 ഹെർട്സിൻ്റെ വരെ റിഫ്രഷ് റേറ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോൺ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത് വിവിഡ് കളർ ഫോർമാറ്റിലാണ് വരുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഇത് എന്തെങ്ങനെ വല്ലാണ്ട് കോൺട്രാസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ സെറ്റിങ്സിൽ പോയിട്ട്, അതായത് ഡിസ്പ്ലേയുടെ സെറ്റിങ്സിൽ പോയിട്ട് ആ ഒരു കളർ ടോൺ നാച്ചുറലാക്കി കിട്ടുക കഴിഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെടുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കിവിടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1600 നിറ്റ്സ് ആണ്. ഹൈ ബീം എത്രയാണെന്നുള്ളത് ഞാൻ കണ്ടില്ല. പക്ഷേ സൺലൈറ്റിൻ്റെ അടിയിലൊക്കെ നിന്നാലും നമുക്ക് ക്യാമറ എടുക്കുന്ന സമയത്താണെങ്കിലും കണ്ടൻറ്റ് കാണുന്ന സമയത്താണെങ്കിലും വായിക്കുന്ന സമയത്താണെങ്കിലും ഡിസ്പ്ലേയിലുള്ളതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന 144 ഹെർട്സ് റിഫ്രഷ് റേറ്റിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് 120 ഇടുന്നതോ അല്ലെങ്കിൽ ഓട്ടോയിൽ ഇടുന്നതാണ്. ഓട്ടോയിൽ ഇടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാക്സിമം 90 അല്ലെങ്കിൽ 89 ലോക്ക് ആവുന്നുണ്ട്. അതുകൂടാതെ ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ഡിസ്പ്ലേക്ക് മോട്ടോ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കൂടെ ഇതിൻ്റെ ഓഡിയോ കൂടി സംസാരിക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡുവൽ സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ ഓഡിയോ ട്യൂണിങ്ങിലാണ് വരുന്നത്. ഒരു സാമ്പിൾ നമുക്ക് കേട്ട് നോക്കാം.
ലൗഡ്നെസ്സിനേക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഈ ഒരു ഫോണിന്റെ ബാറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ 5000 mAh ബാറ്ററിക്ക് 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു അഡാപ്റ്ററും അതേപോലെ അതിന്റെ കേബിളും നമുക്ക് ബോക്സിൽ മോട്ടറോള തരുന്നുണ്ട്. ഏകദേശം 40 മിനിറ്റോളമാണ് 0 to 100 ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നത്. അതേപോലെ 20 മിനിറ്റോളം ചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ 50% മുകളിൽ കയറുന്നുമുണ്ട്. എങ്ങനെയുണ്ട് ഓവറോൾ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ ലൈഫ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. ചാർജിൽ നമ്മൾ ഇടുന്ന സമയത്ത് ചില സമയത്ത് ഫോൺ വാം ആവുന്നുണ്ട്, അതല്ലാതെ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത്. ഏകദേശം 6 മുതൽ 7.5 മണിക്കൂറോളം നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 5G ഇടുന്ന സമയത്ത് നൈറ്റ് ഡ്രൈനിങ് ഏകദേശം 6 മുതൽ 9% ബാറ്ററി നൈറ്റിൽ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. അതായത് ഐഡിൽ ഡ്രെയിനേജ് വരുന്നുണ്ട്. നേരെ മറിച്ച് വൈഫൈയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4% വൈഫൈയിൽ നൈറ്റ് ഡ്രൈനിങ് വരുന്നത്. ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ 1% പോലും ബാറ്ററി നൈറ്റ് ഡ്രൈനിങ് വരുന്നില്ല, അല്ലെങ്കിൽ ഐഡിൽ ഡ്രൈനിങ് വരുന്നില്ല എന്നുള്ളതാണ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ മോട്ടറോള ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വൈഫൈ കോളിംഗ് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. NFC കൊടുത്തിട്ടുണ്ട്, എന്നാൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ USB ടൈപ്പ് കൊടുത്തിട്ടുള്ളത് Type C 2.0 ആണ് കൊടുത്തിട്ടുള്ളത്. സോ അവിടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മോട്ടറോള കുറച്ച് പിശുക്ക് കാണിച്ചിട്ടുണ്ട്. അതേപോലെ 2 5G സിമ്മാണ് നമുക്ക് അറ്റ് എ ടൈം ഇടാനായിട്ട് സാധിക്കുക. 5Gയിലാണെങ്കിലും ഫോൺ അങ്ങനെ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓവറായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഇന്റേണൽ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ Qualcomm Snapdragon 7S Gen 2ൻ്റെ ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിനെ മൊത്തത്തിൽ പവറപ്പ് ചെയ്യുന്നത്. 7S Gen 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു 7 സീരീസിൽ വൺ ഓഫ് ദി പവർ കുറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. പവർ കുറഞ്ഞിട്ടുള്ളതാണെങ്കിലും 4nm ആർക്കിടെക്ചറിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു എഫിഷ്യൻസി മൊത്തത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആൻറ്റുറ്റു സ്കോർ നോക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിൻ്റെ അടുത്ത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. എനിവേ ഇതിൽ 2 RAM വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8GB RAM, 128GB ഇൻറ്റേർണൽ മെമ്മറി, അതേപോലെ 12GB RAM, 256GB ഇൻറ്റേർണൽ മെമ്മറി, അങ്ങനെ 2 വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ്. സോ അവിടെ മോട്ടറോള നല്ല രീതിക്ക് ഒരു കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് നമ്മളുടെ ഡെയിലി യൂസേജിനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ എടുത്ത് പറയട്ടെ, ഇതൊരു ഗെയിമിംഗ് ഓറിയൻ്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് സ്കോർ എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. നമുക്ക് BGMI, അതേപോലെ ആസ്ഫാൾട്ട് ലെജൻഡ്, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള അത്യാവശ്യം നല്ല സൈസുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫുൾ എക്സ്പീരിയൻസിൽ കളിക്കാനായിട്ട് പറ്റില്ല എന്ന് മാത്രം. BGMI കളിച്ച സമയത്ത് ചെറിയ രീതിക്ക്, വളരെ ചെറിയ രീതിക്ക് ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആസ്ഫാൾട്ട് ലെജൻഡ് കളിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കാർ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു, അങ്ങനെ ഓടുന്നതിലൊന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്നാൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചപ്പോൾ ശരിക്കും സർപ്രൈസിംഗ്ലി ഞാൻ ഞെട്ടി എന്നുള്ളതാണ്. വളരെ സ്മൂത്തായിട്ട്, വളരെ 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 സ്മൂത്തായിട്ട് നമുക്ക് അവിടെ കോൾ ഓഫ് ഡ്യൂട്ടി ഈ ഒരു ഫോണിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ഒരു 3/4 മണിക്കൂറൊക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ വാമായി തുടങ്ങുന്നുണ്ട്. ഓവർ ഹീറ്റ് ആവുക, അങ്ങനെ ചുട്ട് പഴുക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിൽ ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ ഈ ഒരു ക്ലൈമറ്റും കൂടിയും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്, അങ്ങനെ ഓവർ ഹീറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇപ്പോൾ വരുന്നില്ല. സോ അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. ഹാലോ UI വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഫോണാണ് ഈ ഒരു മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ്. ഈ പിക്സൽ ഫോൺ ഉണ്ടല്ലോ, ഗൂഗിൾ പിക്സൽ ഫോൺ അല്ലെങ്കിൽ OnePlusൻ്റെ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിതിൽ യാതൊരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷനോ ഈവൻ ബ്ലോട്ട്വെയർസ് പോലും നമുക്കിതിൽ ഒന്നും ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്തോ ഒന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഗൂഗിളിൻ്റെ ഏകദേശം 18ഓളം ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. മോട്ടറോളയുടെ സൈഡിൽ നിന്നുള്ള ഏകദേശം 9-10ഓളം ആപ്ലിക്കേഷൻ മോട്ടറോളയുടെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതല്ലാതെ മറ്റ് ആപ്ലിക്കേഷനൊന്നും വരുന്നില്ല. ഇനി ഇതൊക്കെ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു UIയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാക്റ്റീവ് വാൾപേപ്പേഴ്സ്, അതേപോലെ കസ്റ്റമൈസേഷനൊക്കെ വളരെ സ്മൂത്തായിട്ട്, വളരെ രസകരമായിട്ട് നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ മോട്ടറോള ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ പണ്ടത്തെ ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഓവറോൾ കസ്റ്റമൈസേഷൻ്റെ ഭാഗത്താണെങ്കിലും എല്ലാത്തിലും. പിന്നെ ഇതിൻ്റെ ജെസ്റ്റേഴ്സ്, നമുക്ക് ആ ഒരു 3 ഫിംഗർ പ്രിൻ്റ് വെച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാനും ഇങ്ങനെ ടിൽട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ക്യാമറ ഓണാക്കാനും തിരിച്ചിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്നൊന്ന് കുലുക്കി കഴിഞ്ഞാൽ ഈ ഒരു ടോർച്ച് ഓണാക്കാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇതല്ലാതെ ഉണ്ട് കേട്ടോ, ഒരുപാട് ജസ്റ്റേഴ്സ് വഴി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സോ നല്ല രീതിക്ക് തന്നെ അവിടെ അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. വളരെ സ്പീഡായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ട് അതിൻ്റെ ആനിമേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല രസമായിട്ട് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് അതും നല്ല രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫേസ് അൺലോക്ക് ആണെങ്കിലും വളരെ സ്പീഡായിട്ട് അത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എടുത്ത് പറയേണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ കുറച്ചും കൂടി മുകളിൽ വെക്കായിരുന്നു. സോ ഒരുപാട് അടിയിലായി പോയി എന്ന് തോന്നി. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. റിയർ സൈഡിൽ 2 ക്യാമറ സെൻസറുകളാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ സോണി ലിറ്റിയ 700C എന്ന് പറയുന്ന മെയിൻ സെൻസറും 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും പിന്നെ ഒരു LED ഫ്ലാഷും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ ഈ ഒരു 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ 120 ഡിഗ്രിയുടെ ഫീൽഡ് ഓഫ് വ്യൂ ആണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകളിൽ കൊടുത്തിട്ടുള്ള 5 മെഗാ പിക്സൽ 8 മെഗാ പിക്സൽ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓവറോൾ ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ നമുക്ക് തരുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കുറയുന്ന സമയത്ത്, അതായത് രാവിലത്തെ സമയം അതല്ലെങ്കിൽ സന്ധ്യാസമയം മഴക്കാറുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഷെയ്ഡുകൾ ബ്ലാക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ അങ്ങോട്ട് ഇരുണ്ട് പോവുകയാണ്. അതല്ല നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ കളർ സ്കിൻ ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ്, നല്ല നാച്ചുറൽ കളർ ടോണിലുള്ള ഫോട്ടോസാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനിയിപ്പോൾ HDRൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാലും സ്കൈ ആണെങ്കിലും നല്ല പച്ചപ്പാണെങ്കിലും നല്ല റെഡ് കളറാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ പോർട്രേറ്റിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 ഫോക്കൽ ലെങ്ത്തിലാണ് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുക. 24mm, 35mm പിന്നെ 50mm. അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോർട്രേറ്റ് ഫോട്ടോസ് പലപ്പോഴും കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു മെയിൻ ക്യാമറയുടെ നെഗറ്റീവ് സൈഡുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 10 ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1-2 ഫോട്ടോയിൽ ഒരു റെഡ് ടോണ് കയറി വരുന്നുണ്ട് സ്കിന്നിൽ കേട്ടോ, നമ്മളുടെ ഫേസിൽ. അത് എപ്പോഴും ഇല്ല, ചില സമയത്ത് ഷെയ്ഡുകൾ എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ അങ്ങ് ഡാർക്കൻ ചെയ്ത് ഇരുണ്ട് പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തു. ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടി മോട്ടോറോള വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഷട്ടർ സ്പീഡ് അത് ഡെഡ് സ്ലോ ആണ്. പ്രത്യേകിച്ച് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പോലെ പ്രോസസ്സിങ് ടൈമും എടുക്കുന്നുണ്ട്. സോ ഇത് രണ്ടുമാണ് മെയിൻ ക്യാമറയിൽ ഞാൻ നോട്ടീസ് ചെയ്ത 2 നെഗറ്റീവുകൾ എന്ന് പറയുന്നത്. ഇനി മാനുവൽ സെറ്റിങ്സിൽ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പ്രോ മോഡ് മോട്ടോറോള ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡ്യുവൽ വ്യൂ ആ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഡയറക്റ്റ് PDF ആയിട്ട് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ ക്യാമറ സൈഡിൽ വരുന്നുണ്ട്. സോ അത്യാവശ്യം വേണ്ട എല്ലാ ബേസിക് കാര്യങ്ങളും ഇതിന്റെ ക്യാമറ സൈഡിൽ മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വോയിസ് ക്യാപ്ചറിങ് ആ ഒരു മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു അഡീഷണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വോയിസ് ക്യാപ്ചറിങ് മൈക്ക് ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫോണുകളിൽ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അത് പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ കളർ ടോണിലുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എന്നാൽ സ്കിൻ ടോണിലോട്ട് വരുമ്പോൾ ചില സമയത്ത് ആ ഒരു റെഡ് ടോൺ കയറി വരുന്ന ആ ഒരു പ്രശ്നം ഞാൻ ഇവിടെയും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു വെള്ളാമ്പിച്ച ഒരു അവസ്ഥ, അതും ചില സമയത്ത് മോട്ടോറോള നമ്മളോട് ചോദിക്കാതെ തന്നെ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാ സമയത്തും ഇല്ല കേട്ടോ, ചില സമയത്ത് മാത്രം. ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ഫോട്ടോസ് തന്നെയാണ്. അത് പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു ബ്ലറൊക്കെ നല്ല രീതിക്ക് കട്ടൗട്ടൊക്കെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 4K നമുക്ക് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എന്നാൽ ഫുൾ HDയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് EIS സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. സോ ചെറിയ രീതിക്കൊക്കെ ഒന്ന് നടന്നാലും അതങ്ങ് സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 25,000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ഫോൺ തന്നെയാണ് മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്, നമുക്കിവിടെ മെറ്റൽ ഫ്രെയിം കിട്ടുന്നില്ല. അതുകൂടാതെ റിയർ സൈഡിൽ വീഗൻ ലെതറിൻ്റെ ഡിസൈനാണ് വരുന്നത്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, അത്യാവശ്യം മഴയത്ത് നനയുക, ഒന്ന് വെള്ളത്തിൽ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഫോണിന് കംപ്ലൈൻറ്റ് വരില്ല. എന്ന് വെച്ച്
നിങ്ങൾ വെള്ളത്തിൽ മുക്കി വെക്കണ്ട, കാരണം വെള്ളം കടന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി പോലും കിട്ടില്ല. സോ അത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഏതെങ്കിലും പോയിന്റ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ്. എനിവേ 3 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. മാർഷ്മെല്ലോ ബ്ലൂ, ഫോറസ്റ്റ് ബ്ലൂ, അത് കൂടാതെ ഹോട്ട് പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു കളർ വേരിയൻറ്റും. 8 GB റാം, 128 GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 22,999 രൂപ. 12 GB റാം, 256 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നതിന് 24,999 രൂപ. ഈ ഒരു പ്രൈസിൻ്റെ മുകളിൽ ICICI കാർഡിൻ്റെ 2000 രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ മാക്സിമം ആ ഒരു ഡിസ്കൗണ്ട് കൂടി കിട്ടുന്ന രീതിക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. എന്തായാലും 25,000 രൂപയ്ക്ക് താഴെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എടുത്തു കഴിഞ്ഞാൽ നിരാശപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റുകളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയക്കാട്ടോ. നമുക്ക് 2 പേർക്കും കുഴപ്പമില്ലാത്ത റേറ്റിൽ ഞാൻ ആ ഫോണുകൾ അല്ലെങ്കിൽ ഡിവൈസുകൾ തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.